റിവ്യൂസിന്റെ അതിപ്രസരമായ റിവ്യൂറിസം. വെൽക്കം ടു അവർ ചാനൽ. സോ ഗൈസ്, നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് റോയൽ എൻഫീൽഡിന്റെ തന്നെ ദി സ്ക്രാം 411. യെസ്. പെട്ടെന്ന് ഇതിൻ്റെ റിവ്യൂയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രണ്ട് ലുക്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു അഡ്മയർ ചെയ്യുന്ന ആ ഒരു ഹിമാലയൻ്റെ ലുക്കായിട്ടാണ്. ആ ഒരു വൈസറൊക്കെ എടുത്ത് കളഞ്ഞ ആ ഒരു ചങ്കി ആയിട്ടുള്ള ക്ലസ്റ്ററൊക്കെ പോയിട്ട് ഒരു സിമ്പിൾ ലേഔട്ടൊക്കെ ആയിട്ട് കുറച്ചൊരു മിസ്സിംഗ് എലമെൻറ്റ് പോലെ ഉണ്ട്. ആക്ച്വലി ഇതിൻ്റെ ട്രിപ്പർ വന്നിട്ട് ആക്സസറി ചെയ്യാനാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഫ്രണ്ട് ലുക്കിലേക്ക് വരികയാണെങ്കിൽ ഹെഡ്ലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ ഹാലജൻ ആണ്. ഓൾമോസ്റ്റ് എല്ലാ യൂണിറ്റ്സും ഇതിനകത്ത് ഹാലജൻ ആണ് വരുന്നത്. ആകെ ഒരു ടെയിൽ ലൈറ്റിൻ്റെയും പിന്നെ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ പ്രൊജക്ഷൻ ലൈറ്റ് മാത്രമാണ് LED യൂണിറ്റ് വരുന്നത്. അതിൽ ഒരു റെട്രോ ഫിനിഷൊക്കെ കൊടുക്കുന്ന പോലെയാണ് അതിൻ്റെ ഒരു ഡിസൈൻ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കൊടുത്തിരിക്കുന്നത്. സസ്പെൻഷൻ ട്രാവൽ അത്യാവശ്യം നന്നായിട്ടുണ്ട്. നമുക്ക് ഹിമാലയൻ വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ സ്മൂത്തറാണ്. ഫ്രണ്ട് ടയേഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 100 സെക്ഷൻ്റെ ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റോക്ക് തന്നെ വരുന്ന C8 ടയറാണ്. അത്യാവശ്യം നല്ല ഗ്രിപ്പൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ബ്രേക്സ് വൈബ്രയുടെ ബ്രേക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള ബ്രേക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. റോയൽ എൻഫീൽഡ് ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും. അത്യാവശ്യം നീറ്റ് ലേഔട്ടാണ്. ഒന്നും ഓവറായിട്ട് ഒരു കൊടുത്തിട്ടില്ല. സോയാ നമുക്ക് ഇനി സൈഡ് ലുക്കിലേക്ക് വരാം. സൈഡ് ലുക്ക് വരുമ്പോൾ തന്നെ ആ ഫസ്റ്റ് കാണുന്ന നമ്മൾ ഈ ഹിമാലയൻ സ്ക്രാം 411 ഇവിടെയാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ 411 എഴുതിയിട്ടുണ്ട്. 411 കുറച്ചുകൂടി സൈസായിട്ട് ടാങ്കിൻ്റെ ഇവിടെയും കാണാം. റോയൽ എൻഫീൽഡിൽ നിന്ന് ഒരു ബാഡ്ജിങ് ആയിട്ട് ഇവിടെ ഒരു സെപ്പറേറ്റ് പീസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ക്രാഷ് ഗാർഡ് ഇത് കമ്പനി ക്രാഷ് ഗാർഡാണ്, അതാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഹിമാലയൻ ആയിട്ടുള്ള കീ ഡിഫറൻസസ് പറയാം. ഇത് സീറ്റിംഗ് ഡിഫറെൻ്റ് ആണ്. സീറ്റിങ്ങിൻ്റെ ആ ഒരു ഹിമാലയൻ കുറച്ചുകൂടിയും ഒരു സീറ്റ് ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഹിമാലയൻ്റെ സീറ്റിംഗ് കുറച്ചുകൂടി പാഡിങ് സോഫ്റ്റ് ആണ്. അത് നമുക്കിതിൽ കാണുമ്പോൾ തന്നെ ഡിസൈൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഹിമാലയൻ്റെ കുറച്ചുകൂടി പാഡിങ് സോഫ്റ്റ് ആണ്. കുറച്ചുകൂടിയും ഇരിക്കുമ്പോൾ ഉള്ളൊരു കംഫോർട്ട് കൂടുതലാണ്. എർഗോണമിക്സ് ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് കാണിക്കാം. നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ കുറച്ചൊരു സിറ്റി ബൈക്കിൽ ഇരിക്കുന്ന ഫീലിംഗ് ആണ്. ഒരു ഓഫ് റോഡർ ബൈക്ക് ഫീലിംഗ് ഇല്ല. ഹിമാലയയിൽ കുറച്ചുകൂടി ഹാൻഡിൽ റേസ്ഡ് ആയിരിക്കും. നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ ഒരു സീറ്റിംഗ് ആയാലും കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും. ഇത് സിറ്റി യൂസ് പ്രൈമറിലി മെയിൻ നോക്കാൻ വേണ്ടിയിട്ടാണ് എൻഫീൽഡ് അങ്ങനെ ഈ സീറ്റിങ്ങും ആ ഒരു പോസ്റ്ററും വെച്ചിരിക്കുന്നത്. ടാങ്ക് കൊടുത്തിരിക്കുന്നത് 14 ലിറ്റർ ടാങ്കാണ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി നല്ല റേഞ്ച് അതുകൊണ്ട് അത്യാവശ്യം കൊടുത്തിട്ടുണ്ട്. E20 എന്നും ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. സ്ക്രാമിന് കുറെ കളർ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ലൈക്ക് 100 നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കുറെ കളർ ഓപ്ഷൻസ്. അതേപോലെ നെക്സ്റ്റ് ഒരു വണ്ടിയായിട്ടാണ് സ്ക്രാം വന്നത്. സ്ക്രാമിന് ആ ഒരു കളർ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ട്രെൻഡിങ് വൈബ്സ് കൊണ്ടുവരാനാണ് ഇപ്പോഴത്തെ ലൈക്ക് ഒരു യൂത്തിനും അവിടെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറെ കളർ ഓപ്ഷൻസും ഒരു ഗിമ്മിക് ഓപ്ഷൻസ് കളേഴ്സ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഫുഡ് പെക്സിന് നല്ലൊരു ഇത് കൊടുത്തിരിക്കുന്നത്. ബ്രേക്കിനൊരു ഡിസൈൻ പോലെ ഒരു കൊടുത്തിട്ടുണ്ട്, ഓഫ് റോഡ് ഡിസൈൻ പോലെ. ക്ലസ്റ്റർ ആക്ച്വലി എനിക്ക് ക്ലസ്റ്റർ ഇതിന് അത്ര ഇഷ്ടമായിട്ടില്ല. ബിക്കോസ് ക്ലസ്റ്റർ പ്രശ്നം എന്താ വെച്ചാൽ ടാക്കോമീറ്റർ കൊടുത്തിട്ടില്ല. ഹിമാലയ ആയിട്ട് നോക്കുമ്പോൾ ഹിമാലയൻ കുറച്ചുകൂടി വലിയൊരു വ്യൂ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ സ്വിച്ച് ക്വാളിറ്റീസ് നോക്കുമ്പോഴും കുറച്ച് മോശമാണ്. സ്വിച്ച് ക്വാളിറ്റീസിന് ഒരു ചെറിയ ഇഷ്യൂസ് ഉണ്ട്. ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഒരു ഫീൽ, ഒരു ക്ലിക്കിംഗ് നോയ്സ് വേണമല്ലോ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ. അത് ഇതിനൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നി. ഹോൺ, ഈ ഹോൺ എനിക്ക് കുറച്ച് 100ന്റെ ഹോണും ഏകദേശം ഇതിന്റെ സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് എഞ്ചിൻ പറയാം. എഞ്ചിൻ 411cc ആണ്. 24 PS 32 Nm ടോർക്കാണ്. ആ 32 Nm ആക്ച്വലി ഓഫ് റോഡിനാണ് ഹെൽപ്പ് ചെയ്യുക. ആ ടോർക്ക് ഇനീഷ്യലി കിട്ടുന്നുണ്ട്. ഇതിന് 5 സ്പീഡാണ് ട്രാൻസ്മിഷൻ കൊടുത്തിരിക്കുന്നത്. ലോങ് സ്ട്രോക്ക് ആണ് ഒബ്വിയസ്ലി. ഇതിന് എയർ/ഓയിൽ കൂൾഡ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ റേഡിയേറ്റർ ഓപ്പോസിറ്റ് സൈഡിലാണ്, ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഓയിൽ കൂൾഡ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് മെയിൻ വേണ്ടിയിരുന്നത് ലിക്വിഡ് കൂൾഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഹീറ്റിംഗ് ആണ് വണ്ടിക്ക്. ആ ഓയിൽ കൂളിംഗ് അത്ര എഫിഷ്യൻസി കൊടുക്കുന്നില്ല. നല്ല ഓവർ ഹീറ്റ് ആവും എൻജിൻ. നമുക്ക് കാലിലും ദേഹത്തേക്ക് നല്ലോണം ഹീറ്റ് അടിക്കും. അത് ജസ്റ്റ് ആ എയർ കൂൾഡ് ആയതുകൊണ്ടായിരിക്കും. ഇപ്പോൾ ഹിമാലയൻ 450ലാണ് ലിക്വിഡ് കൂളിംഗും കൊടുത്തിരിക്കുന്നത്. സോ ഗൈസ്, നമുക്ക് ഇതിന്റെ ബാക്കിന്റെ റിവ്യൂയിലേക്ക് പോവാം. ബാക്കിന്റെ റിവ്യൂയിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ഒരു ഹിമാലയനെ കണ്ട ടിപ്പിക്കൽ സെയിം ഡിസൈൻ ലേഔട്ടിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ടെയിൽ ലൈറ്റിന്റെ ആവട്ടെ, ആ ഒരു ഇൻഡിക്കേറ്ററിന്റെ പ്ലേസ്മെന്റ്, നമ്പർ പ്ലേറ്റിന്റെ പ്ലേസ്മെന്റ് എല്ലാം ആ ഒരു സെയിം ലേഔട്ടിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈവൻ ആ ഗ്രാബ് ഹാൻഡിലിന്റെ ഒരു പീസ് ആയാൽ പോലും
റിയറിലേക്ക് വരുമ്പോൾ ആ ഒരു സാരി ഗാർഡിന്റെ പ്ലേസ്മെന്റ് ആയാലും അത്യാവശ്യം നല്ല ഒതുങ്ങി ഒട്ടും വൈഡ് ആവാത്ത രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. എക്സോസ്റ്റ് നോട്ടായാലും എല്ലാം ആ ഒരു സെയിം ഹിമാലയന്റെ ആണ്. നമുക്കത് ഒരു ടെസ്റ്റ് വെക്കാം. ബാക്കിലെ ടയർ സെക്ഷൻ വന്നിട്ട് 120 സെക്ഷൻ ടയേഴ്സുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പറയേണ്ട ഒരു കാര്യമാണ് ഇതിലെ ഒരു ഹസാർഡിന്റെ ഒരു ഓപ്ഷൻ കമ്പനി കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിന്റെ എക്സോസ്റ്റ് നോട്ടും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ആ ഒരു ടിപ്പിക്കൽ ഹിമാലയന്റെ ആ ഒരു എക്സോസ്റ്റ് നോട്ടിനെ നമുക്ക് ഓർമ്മ വരുന്നത് കേൾക്കുമ്പോൾ. സോ അത്രയൊക്കെ തന്നെയായിരുന്നു റിയറിന്റെ ഒരു വിശേഷം. നമുക്കിനി റൈഡിലേക്ക് പോവാം. സോ നമുക്ക് സ്ക്രാം 4 ഡ്രൈവ് റിവ്യൂ നോക്കാം. ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ഇനീഷ്യൽ സ്മൂത്ത്നെസ് വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. യെസ്, വണ്ടി നമ്മൾ ക്ലച്ചിന് ത്രോ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ആക്സിലേറ്റർ കൊടുത്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ വണ്ടി ഓഫ് ആവുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് ആക്സിലേറ്റർ കൊടുത്ത് എടുക്കുകയാണെങ്കിൽ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. വണ്ടി ഇനീഷ്യലി അങ്ങനെ വൈബ്രേഷൻസ് ഒന്നും ഇല്ല. ഇനീഷ്യലി ആ സ്മൂത്ത്നെസ് എന്തായാലും വണ്ടിക്ക് അവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുക ഇനീഷ്യൽ ടോർക്ക് വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അത് ആ ലോ എൻഡ് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഓഫ് റോഡ് വണ്ടി കൂടി ആയതുകൊണ്ട് ആ ലോ എൻഡ് നന്നായിട്ട് ആ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ലോ എൻഡ് ഉള്ളതുകൊണ്ട് നമുക്ക് ടോപ്പ് ഗിയറിൽ ക്രൂസ് ചെയ്യാൻ പറ്റും. ഒരു 60 50 ഗിയറിൽ ക്രൂസ് ചെയ്യാനും പറ്റും. ഒരു 60 to 50 ഗിയറിൽ നല്ല ക്രൂസ് ചെയ്ത് പോവാം. എനിക്കിതിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ ഒരു ചേഞ്ച് ഉണ്ട്. നമ്മൾ ഹിമാലയ നോക്കുമ്പോൾ ആ ഒരു കോക്പിറ്റ് ഉണ്ടല്ലോ, അത് കുറച്ചുകൂടി ബെറ്റർ ആണ് ഹിമാലയന്റെ. സ്ക്രാമിൽ വരുമ്പോൾ നമുക്കൊരു സിംഗിൾ കോക്പിറ്റ് ആണ് വരുന്നത്. ടാക്കോമീറ്റർ ഇല്ല, ജസ്റ്റ് ഒരു സ്പീഡോമീറ്റർ മാത്രമായിട്ടാണ്. പിന്നെ ഗിയർ ഇൻഡിക്കേഷൻ കാണിക്കും. അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമായിട്ട് കൊടുത്തിട്ടുള്ളൂ. ഇതിന് ഒരു 80 വരെ വണ്ടി നന്നായിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ എഞ്ചിന്റെ ഒരു ഡ്രോബാക്ക്. ലൈക്ക് നമ്മളൊരു ടോപ്പ് ഗിയർ 80 അബവ് പോയ വൈബ്രേഷൻസ് ഉണ്ട്. യെസ്, എന്തായാലും വൈബ്രേഷൻസ് എക്സ്പെക്ട് ചെയ്യണം. 80യുടെ മുകളിൽ നല്ല വൈബ്രേഷൻ മിറേഴ്സിലുണ്ട്, ടാങ്കിലുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഹാൻഡിൽ ബാറിലും നന്നായിട്ട് വൈബ്രേഷൻ അറിയാൻ പറ്റും. ഒരു 80 50 ഗിയർ ഇത് ഹൈവേയിൽ ക്രൂസ് ചെയ്യാൻ അടിപൊളിയാണ്. നമുക്ക് പുള്ളുണ്ട്, 4th ഗിയർ വണ്ടി പുള്ളിയാണ്. ആ 4th ഗിയർ തന്നെ വണ്ടി പുള്ളിയാണ്. ആ ഒരു ടോർക്ക് കൊടുത്തിട്ടുണ്ട് വണ്ടിക്ക്. നമുക്ക് പവർ ടെസ്റ്റ് ചെയ്യാം. ഫിഫ്ത്ത് ഗിയറിൽ ഒരു 80യുടെ മുകളിൽ കുറച്ച് വൈബ്രേഷൻസ് ഉണ്ട്. ലൈക്ക് ടു 80 and to 100 വണ്ടി പെട്ടെന്ന് എത്തും. പക്ഷെ 100 കഴിഞ്ഞ ക്ലൈംബിംഗ് ആയിരിക്കും. 100ന്റെ മുകളിലേക്ക് കുറച്ച് ക്ലൈംബിംഗ് ആണ് വണ്ടിയുടെ. ക്ലച്ച് കുറച്ച് ഹാർഡാണ്. വണ്ടി ക്ലച്ച് കുറച്ച് ഹാർഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ സിറ്റി യൂസിൽ നമുക്ക് ശരിക്കും ടയേർഡ് ആവും. കയ്യിലെ ക്ലച്ച് കുറച്ച് ഹാർഡായതുകൊണ്ട്. പിന്നെ ഇതിനൊരു നമ്മൾ ക്ലച്ച് കേബിൾ പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മിഡ് വേ ഒരു ബ്രേക്കിങ്ങിന്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അവര്. അത് എന്താ വെച്ചാൽ ക്ലച്ച് നമുക്ക് മിഡ് വേ തന്നെ പൊട്ടും. അപ്പോൾ ക്ലച്ച് കേബിൾ കേടുവരാണ്ടിരിക്കാൻ അത് അവർ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ബ്രേക്ക് സൈഡിൽ നിന്ന് കാണാം. സോ നമുക്ക് ഇതിന്റെ മൈലേജ് പറയാം. മൈലേജ് ബേസിക്കലി ഒരു 30 ആണ്. സിറ്റി യൂസിൽ ഒരു 28 to 30 ആണ് കിട്ടുക. 411cc നോക്കുമ്പോൾ കുറച്ച് ആവറേജ് മൈലേജ് ആണ്. ഒരു ഹൈവേ ക്രോസ് ചെയ്യുമ്പോൾ ഒരു 33 മൈലേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഒരു 30 to 33 മാക്സിമം കിട്ടും. ശരിക്കും പറയുകയാണെങ്കിൽ 28 to 30 ആണ് ഇതിന്റെ മൈലേജ് ആക്ച്വലി കിട്ടുകയാണെങ്കിൽ. പിന്നെ ഇതിന്റെ ബ്രേക്കിംഗ് ഡുവൽ ചാനൽ ABS ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു നോസ് ഡൈവ് ഉണ്ട്. എന്താ വെച്ചാൽ സസ്പെൻഷൻ കുറച്ച് സോഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് ആ ഒരു നോസ് ഡൈവ് നമുക്ക് കാണാം. ബ്രേക്കിംഗ് ബൈറ്റ് ഇസ് ഓക്കെ, അത്രേ പറയാൻ പറ്റുള്ളൂ. അത്ര ഓവർ ബ്രേക്കിംഗ് കൊടുത്തിട്ടില്ല. ഒരു നോസ് ഡൈവ് ഉള്ളതുകൊണ്ട്. ഹീറ്റിംഗ് പറ്റി പറയാം. എഞ്ചിൻ നല്ല ഹീറ്റ് ഉണ്ട്. എസ്പെഷ്യലി സിറ്റി യൂസിലൊക്കെ എഞ്ചിൻ നല്ലോണം ഹീറ്റ് ആവും. അതെന്തായാലും എക്സ്പെക്ട് ചെയ്യണം. എന്താ വെച്ചാൽ ഇത് എയർ കൂൾഡ് എഞ്ചിനാണ്. അപ്പോൾ കുറച്ച് കൂളിങ്ങിന് ഒരു ഇഷ്യൂസ് ഉണ്ട്. നല്ല ഹീറ്റ് ആവും. അപ്പോൾ അത് നല്ല ശ്രദ്ധിക്കേണ്ടതാണ്. പ്രോപ്പർലി ഗിയർ ആണെങ്കിലും കുറെ പേർക്ക് ആ ഒരു ഹീറ്റിംഗ് അറിയുന്നുണ്ട്. ഹീറ്റിംഗ് ഇഷ്യൂ ആണ് ഈ 411cc മെയിൻ നമ്മൾ കുറെ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതാണ് എൻജിൻ സൈഡ്. പിന്നെ എനിക്ക് ഗിയറിൽ കുറച്ച് പ്രശ്നമുണ്ട്. ഗിയർ കുറച്ച് ക്ലങ്കിയാണ്. ഇടയ്ക്ക് ഫോൾസ് ന്യൂട്രൽ വീഴുന്നുണ്ട് വണ്ടിക്ക്.
അത് റോയൽ എൻഫീൽഡിന്റെ ഒരു കോമൺ ഇഷ്യൂ ആണ് ഈ ഫോൾസ് ന്യൂട്രൽ വരുന്നത്. പിന്നെ ക്ലച്ചും കുറച്ച് ഹെവിയാണ്. ട്രാൻസ്മിഷൻ സൈഡ് ഇത് 5 സ്പീഡാണ് കൊടുത്തിരിക്കുന്നത്. അത് അന്ന് പണ്ടും ഹിമാലയൻ ഇറങ്ങിയപ്പോൾ എല്ലാവരും പറയുന്നു 6 സ്പീഡ് വേണം. പക്ഷെ ഇതിന്റെ ഒരു ഇതെന്താന്ന് വെച്ചാൽ 4th ഗിയറും 5th ഗിയറും ഭയങ്കര ലോങ് ആണ്. അപ്പോ അങ്ങനെ ഒരു ഇതില്ല. പിന്നെ എഞ്ചിൻ 120 വരെ ടോപ്പ് സ്പീഡ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഫ്ലാറ്റ് ആണ്. എന്നുവെച്ചാൽ 100 കഴിഞ്ഞാൽ ഭയങ്കര ക്ലൈംബിങ് ആയിരിക്കും. അതാണ് ഈ എഞ്ചിന്റെ ഒരു ചെറിയ ഡ്രോബാക്ക് പറയുകയാണെങ്കിൽ. ഇതിന് മെയിൻ പറയുകയാണെങ്കിൽ ഓഫ് റോഡ് കേപ്പബിലിറ്റിയാണ്. അത് നല്ലോണം കൊടുത്തിട്ടുണ്ട്. ഇതിന് പറയുകയാണെങ്കിൽ ഹിമാലയനായിട്ട് സ്വിച്ചബിൾ ABS കൊടുത്തിട്ടില്ല. അതാണ് ഇതിന്റെ ഒരു ചെറിയ ഡ്രോബാക്ക് പറയുകയാണെങ്കിൽ. പക്ഷെ ഈ വണ്ടി ഇപ്പോഴും സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കണം എന്താന്ന് വെച്ചാൽ ഇതിന്റെ ആ ഒരു സ്ക്രാംബ്ലർ ലുക്കുള്ള അങ്ങനെ കോമ്പറ്റീറ്റേഴ്സ് ഇറങ്ങിയിട്ടില്ല ഈ പ്രൈസ് റേഞ്ചിൽ. അതുകൊണ്ടാണ് ഈ വണ്ടി കുറച്ചുകൂടി പിടിച്ചു നിൽക്കുന്നത്. പിന്നെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ SD സ്ക്രാംബ്ലർ ഉണ്ട്. പിന്നെ ഈ റേഞ്ചിൽ തന്നെ NS 400 കിട്ടും. പക്ഷെ നമ്മൾ ഓഫ് റോഡ് സെൻട്രിക് മാത്രം നോക്കുകയാണെങ്കിൽ SD സ്ക്രാംബ്ലർ അങ്ങനത്തെ വണ്ടികളാണ് മെയിനായിട്ടുള്ളൂ. അല്ലാണ്ട് പക്ഷെ ഈ പ്രൈസ് റേഞ്ചിന് വേറെ എന്താ വണ്ടി വാങ്ങാന്നുള്ളത് കുറെ വണ്ടികളുണ്ട്. പറയുകയാണെങ്കിൽ CB 300F ഉണ്ട്, ജിക്സറിന്റെ SF 250 ഉണ്ട്. അതേപോലെ ഈ CCയിൽ നോക്കുകയാണെങ്കിൽ NS 400 ആണ് മെയിനായിട്ട് പറയാനുള്ളത്. NS 400 ഭയങ്കര വാല്യൂ ഫോർ മണിയാണ്. പിന്നെ ഉള്ളത് ഡോമിനാർ ആണ്. ഡോമിനാറും ഈ സ്ക്രാം ഇറങ്ങിയ ടൈമിൽ ആ റേഞ്ച് ആയിരുന്നു. SD സ്ക്രാംബ്ലറും ഇതായിട്ടൊരു സ്ക്രാമിന് അഡ്വാൻറ്റേജ് കൊടുക്കാന്നുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സസ്പെൻഷൻ അടിപൊളിയാണ്. അതാണ് മെയിൻ കാര്യം. അത് നമുക്ക് ഓഫ് റോഡ് പോകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഒരു ഓഫ് റോഡ് ഇപ്പോൾ പോയി നോക്കാം. നമുക്ക് ഇതിന്റെ ഓഫ് റോഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. കണ്ടോ ആ സസ്പെൻഷൻ ട്രാവൽ കണ്ടോ? അത് നമ്മൾ അങ്ങനെ അറിയിക്കണില്ല. ആ ഒരു ട്രാവൽ നല്ലോണം കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഈ ജംപ്സ് ഒക്കെ നന്നായിട്ട് എടുക്കാൻ പറ്റും. ഹിമാലയനായിട്ട് ട്രാവൽ ഒരു 10 mm കുറവാണ്. പക്ഷെ ആ ട്രാവൽ നല്ലോണം കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഓഫ് റോഡൊക്കെ സുഖമായിട്ട് പോകാം. ഈ ഓഫ് റോഡ് പറയുമ്പോഴാണ് ഒരു ചെറിയൊരു ഡ്രോബാക്ക് ഉള്ളത് വെച്ചാൽ വെയിറ്റ് ഉണ്ട്. ഹിമാലയനായിട്ട് കുറവാണെങ്കിൽ ആ വെയിറ്റ് നല്ലോണം നമുക്ക് അറിയും ഓഫ് റോഡ് ചെയ്യുമ്പോൾ. പക്ഷെ കോമ്പറ്റീറ്റേഴ്സ് നോക്കുമ്പോൾ ഇതിന്റെ സസ്പെൻഷൻ വളരെ സോഫ്റ്റ് ആണ്. ഒരു ഓഫ് റോഡ് സെൻട്രിക് സസ്പെൻഷൻ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ആ ഒരു സുഖം നമുക്ക് ഇതിൽ മനസ്സിലാവും. സോ ഇത് ആർക്കൊക്കെ വേണം? ഇത് ആക്ച്വലി ഓഫ് റോഡ് വേണം, അന്നാ പ്രൈമറി യൂസ് സിറ്റിയാണ്, അങ്ങനെയുള്ളവർക്കാണ് ഇത് ആക്ച്വലി മെയിൻ യൂസ്. ഫുൾ ഓഫ് റോഡും പിന്നെ ക്രൂസിങ്, ഹൈവേ ക്രൂസിങ്ങും വേണമെങ്കിൽ ഇതിന്റെ ഹിമാലയൻ ഉണ്ട്. ഇപ്പൊ ഹിമാലയൻ 450 വന്നിട്ടുണ്ട്. ക്രൂസിങ്ങിന് റോയൽ എൻഫീൽഡ് അല്ലാണ്ട് കുറെ ബ്രാൻഡ്സ് ലൈക്ക് ഡോമിനാർ ഉണ്ട്, അങ്ങനെ കുറച്ച് ക്രൂസേഴ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് എൻഫീൽഡ് മാത്രം നോക്കുകയാണെങ്കിൽ സിറ്റിക്കും ഓഫ് റോഡും രണ്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഒരു സ്ക്രാംബ്ലർ രീതിയിലാണ് ഈ സ്ക്രാം കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് മെയിൻ ഒരു സംഭവം. ഓഫ് റോഡ് ഒരു ചെറിയ ട്രെയിൽസും അങ്ങനത്തെ സംഭവങ്ങളും. ഹൈ എൻഡ് ഓഫ് റോഡിങ് ഇതിൽ പറ്റില്ല, ബിക്കോസ് സ്വിച്ചബിൾ ABS ഇല്ല. അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ ഡ്രോബാക്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ അങ്ങനെ ലൈറ്റ് ഓഫ് റോഡും എന്നാൽ കൂടുതൽ യൂസ് സിറ്റിയും റോഡും ആണെങ്കിൽ ഇതൊരു ബെസ്റ്റ് ചോയ്സ് ആണ്. സോ അതൊക്കെയായിരുന്നു നമ്മുടെ റിവ്യൂസ്. എല്ലാവരും കമൻറ്റ് ചെയ്യുക ആർക്കൊക്കെയാണ് ഇത് ഉള്ളത്, ഇത് യൂസ് ചെയ്ത് ഓണർഷിപ്പ് ഉള്ളവർ എന്തെങ്കിലും കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്കുണ്ടായ ഇഷ്യൂസ്, നിങ്ങൾക്കുണ്ടായ അഡ്വാൻറ്റേജസ് ഈ വണ്ടിയെ പറ്റി. ഇപ്പോൾ ഈ വണ്ടിയുടെ പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു ഡിസ്കൗണ്ടിൽ 2.5 lakhs ഉണ്ട്. അപ്പോൾ ലൈക്ക് ആ റേഞ്ചിൽ ആക്ച്വലി 2.5 lakhs ഇത് ഓക്കെ പ്രൈസിങ് ആണ്. ഒരു ഓഫ് റോഡും യൂസ് ചെയ്യാം, ഓൺ റോഡ് യൂസ് ചെയ്യാം. ബിക്കോസ് കോമ്പറ്റീറ്റേഴ്സ് ഇതിന് അധികം ഇല്ലാത്തതുകൊണ്ട് ഇതൊരു സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് ഇതിന്റെ സർവീസും പാർട്സിനെയും പറ്റി സംസാരിക്കാം അല്ലേ? ഓക്കെ. സർവീസ് ആക്ച്വലി ഇനീഷ്യലി കുറവാണ് അല്ലേ? ഫീൽഡ് കൊടുക്കണം, ഒരു 1000 ഒക്കെയാണ് ഫസ്റ്റ് സർവീസിന് പറയുന്നത്. പിന്നെ ഒരു ഫ്രീ സർവീസ് കഴിഞ്ഞാലാണ് കോസ്റ്റ് കൂടുന്നത്. ലൈക്ക് ആ ഫ്രീ സർവീസ് വരെ നമുക്ക് ഒരു നോർമൽ ബൈക്കിന്റെ ഒരു മെയിൻ്റെനൻസ് വരുന്നത്. പക്ഷെ ഈ മെയിൻ്റെനൻസിന്റെ കേസിലാണ് ഇഷ്യൂസ് അല്ലേ? ഇതിന് ആകെ ഇനീഷ്യലി പറഞ്ഞിരുന്നത് ചാസി ഇഷ്യൂ, അത് ഏകദേശം ഈ ഒരു ഫ്രണ്ട് പോർഷനിലായിട്ടാണ് ആ ഒരു ഇഷ്യൂ റിപ്പോർട്ട് ചെയ്തത് ആദ്യമേ തന്നെ. കുറച്ച് പേര് ഇഷ്യൂസ് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ കുറെ പേർക്ക് വന്നിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാലും ചെറിയ ചെറിയ ആൾക്കാർ. പക്ഷെ ഇതിന്റെ ഒരു ഫ്രണ്ട് സസ്പെൻഷൻ കുറച്ച് സോഫ്റ്റ് ആക്കിയതുകൊണ്ട് ചിലപ്പോൾ ആ ഷാസിയിലേക്ക് പോണ ആ ഒരു ലോഡ്, ആ ഒരു കുഴി ചാടുമ്പോഴുള്ള ഒരു പറയുകയാണെങ്കിൽ ക്വാളിറ്റി ഇഷ്യൂ ആണ്. ഒരു ക്വാളിറ്റി ഇഷ്യൂ ആണ് അത് പറയുകയാണെങ്കിൽ. പിന്നെ എനിക്ക് തോന്നിയിട്ട് പ്രോയാണ് ഇതിന്റെ ഒരു കളർ ഓപ്ഷൻസ്. കുറെ കളർ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. മറ്റേ ഹിമാലയനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിഫറെന്റ് സ്റ്റൈലിംഗ് ആയതുകൊണ്ട് തന്നെ ഒരു അട്രാക്റ്റീവ്നെസ് ഉണ്ട്. പിന്നെ സിറ്റിയിൽ എടുത്ത് ഫ്ലിക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ ഒരു കൺവീനിയൻസ്.
അത് ഭയങ്കര ഒരു സംഭവമാണ്. ഇത് സിറ്റി യൂസിന് നമുക്ക് ഫ്ലിക്ക് ചെയ്ത് കൊണ്ടുപോകാം. ഹിമാലയയിൽ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ അത് ഒരു ഹെവിനെസ് ഉണ്ട് ആ ഒരു ഹെഡ് പോർഷനിൽ. ഹെവിനെസ് പറഞ്ഞപ്പോൾ ഇത് 185 കിലോസും മറ്റേത് 200+ ആണ്. പക്ഷെ 185 കിലോസ് ഇത് വെയിറ്റ് ഉണ്ട്. അതെ, അവർക്ക് കുറച്ചുകൂടി ഒന്ന് റെഡ്യൂസ് ചെയ്ത് ഒരു 175 ഒക്കെ ആയിരുന്നെങ്കിൽ അല്ലേ കുറച്ചുകൂടി ഒരു, പക്ഷെ എന്നാലും ആ ഒരു വെയിറ്റ് റിഡക്ഷൻ അവർ കൊണ്ടുവന്നു. ഇനി കോൺസ് എനിക്ക് തോന്നിയത് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഹീറ്റിംഗ് ഭയങ്കര ഇഷ്യൂ ആണ്. പിന്നെ വണ്ടി ഇടയ്ക്ക് കട്ട് ഓഫ് ആവുന്നുണ്ട്. ലൈക്ക് ഓവർ ഹീറ്റ് ആവില്ലേ, നമ്മൾ കുറച്ച് ലോങ് പോയിട്ട് നമ്മൾ ഹീറ്റ് ആയിരിക്കുമ്പോൾ വണ്ടി ഇടയ്ക്കിടയ്ക്ക് കട്ട് ഓഫ് ആയി പോകുന്നു. ഇനി എനിക്ക് തോന്നിയ പ്രോസ് എന്താന്ന് വെച്ചാൽ സസ്പെൻഷൻ നല്ല സസ്പെൻഷൻ, ലൈക്ക് സുഖമാണ് യൂസ് ചെയ്യാൻ. റിയറിൽ വന്നിട്ട് സെയിം ഹിമാലയൻ സ്ഫ്രണ്ടിൽ സ്മൂത്തർ ആക്കിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, സസ്പെൻഷൻ ഇഷ്ടപ്പെട്ടു. പിന്നെ സിറ്റി യൂസിൽ എനിക്ക് ഇത് കൊണ്ടു നടക്കാനും ആക്ച്വലി നല്ലതാണ്. ആ ക്ലച്ച് ഒഴിവാക്കിയ അല്ലെ, ക്ലച്ചിന്റെ ആ ഹാർഡ്നെസ്. പിന്നെ പറയേണ്ട വേറൊരു കാര്യമാണ്, ഇതിപ്പോ 1000 കിലോമീറ്റേഴ്സ് ആയിട്ടുള്ളൂ. ഇനി പോകെ ടാപ്പിന്റെ ഒരു ഇഷ്യൂ വരുമോ, ടാപ്പിന്റെ ഒരു ഇഷ്യൂ അത് അൺക്യൂറബിൾ ആണ്. അത് വന്നുകൊണ്ടിരിക്കും. നമുക്ക് സർവീസിൽ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് കൊണ്ടുനടക്കാം എന്നല്ലാതെ അത് ഒരു എൻഡ് ഇല്ല അതിന്. ലൈക്ക് നമ്മള് ഇഷ്യൂസ് പറഞ്ഞു കൊടുത്താൽ അവർ നല്ല അടിപൊളിയായിട്ട് സർവീസ് ചെയ്ത് ലൈക്ക് അതുണ്ട്. എന്നാ പാർട്സിന് അങ്ങനെ റേറ്റ് ഇല്ല ലൈക്ക് കമ്പയർ നോക്കുമ്പോ. പക്ഷെ ബജാജ് ആയിട്ട് അത്ര ചീപ്പല്ല. ബജാജും സുസുക്കി നോക്കുമ്പോ കുറച്ചുകൂടി ചീപ്പറാണ്. പക്ഷെ എൻഫീൽഡും ചീപ്പായിട്ട് ഒരു അത്യാവശ്യം ലൈക്ക് സർവീസ് നമ്മൾ പറഞ്ഞു കൊടുക്കണം, അത്ര നന്നായിട്ട് സർവീസ് ചെയ്തു. പക്ഷെ കംപ്ലൈന്റ്സ് ഇങ്ങനെ വരുന്നത് നമ്മളൊന്ന് കെയർ കൊടുക്കണം. ആക്ച്വലി എൻഫീൽഡ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് കെയർ കൊടുത്ത് തന്നെ ഉപയോഗിക്കണം. പക്ഷെ അതുകൊണ്ട് അങ്ങനെ ഇഷ്യൂസ് ഒന്നും പറഞ്ഞിട്ടില്ല. കുറെ കിലോമീറ്റേഴ്സ് റൺ ചെയ്തവരുണ്ട്. പിന്നെ എന്തൊക്കെ തോന്നി? ടയേഴ്സ് ആക്ച്വലി ഓക്കെ ആണല്ലേ, ഒരു അത്യാവശ്യമുള്ള ഒരു ഗ്രിപ്പും കാര്യങ്ങളൊക്കെ, കുറച്ചുകൂടി ഒരു ഓഫ് റോഡ് ടയേഴ്സിനുള്ളത് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം അല്ലെ, കുറച്ചുകൂടി ഓഫ് റോഡ് ടയേഴ്സ് കൊണ്ടുവരാം. അത്രയൊക്കെ തന്നെ ഉണ്ടായുള്ളൂ അല്ലേ. ഇതായിരുന്നു നമുക്ക് തോന്നിയ ഒരു പ്രോസും കോൺസും അല്ലേ. നിങ്ങൾ നിങ്ങളുടെ പ്രോസും കോൺസും മെൻഷൻ ചെയ്യാം അല്ലേ. ഇതിന്റെ ഓണർ ഹാരിസ് ആണ്. നമ്മളൊരു സ്പെഷ്യൽ താങ്ക്സ് പറയണം അല്ലേ നമുക്ക് റിവ്യൂവിന് തന്നത്. ഞങ്ങളുടെ ഫ്രണ്ട് അതുല്യ ഫ്രണ്ടാണ്. അപ്പോൾ ഹാരിസിന് ഒരു ബിഗ് താങ്ക്സ്. താങ്ക് യു. സോ അതൊക്കെ തന്നെയായിരുന്നു ഞങ്ങളുടെ റിവ്യൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.